അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് സുഖമാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ. അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനൊരു അനുഭവം ഉള്ളത്. അതെ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതെ. അപ്പോൾ എന്താണ് ആ അനുഭവം പറഞ്ഞു കൊടുക്കും? ആ അനുഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കെല്ലാം നിസ്സാരമായിരിക്കും. പക്ഷെ ശരിക്കും ഈയിടെ കുറച്ച് മുമ്പൊക്കെ നമുക്ക് ഒരുപാട് അതെ കുറച്ചായിട്ട് നമുക്ക് ഈ ഏകദേശം ശരിക്കും പറഞ്ഞാൽ ഈ കടപ്പുറക്കാരെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ്. മഴ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലി തന്നെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടിപ്പറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയുക, ഈ ഇതാണ് പാറ പൊട്ടിക്കാൻ പാടില്ല, കോറിയിൽ പോകാൻ പാടില്ല. അപ്പോൾ കറക്റ്റ് നിരോധനം ഏർപ്പെടുത്തും. അപ്പോൾ ഏർപ്പെടുത്തി നമുക്ക് പൊതുവേ പണി ഉണ്ടാവില്ല, പണി വളരെ കുറവാണ്. ഒരു നേരത്തെ മീൻ വാങ്ങാൻ പോലും പറ്റൂല. അങ്ങനത്തെ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് ആരും അറിയില്ല. നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പം അൽഹംദുലില്ലാ ഓക്കെയാണ്. അതിന് മുന്നത്തെ കാര്യമാണ് പറയണത്. അന്നത്തെ ആരും അറിയില്ല, അതിന് ശേഷം ഉള്ളതാണ് ഇപ്പൊ ഈ പറയുന്നത്. അതെ, അത് നമ്മൾ ഉള്ള പോലെ ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ നമ്മൾ കഴിയുന്ന ആൾക്കാർ നമ്മളെ കുട്ടികളായിക്കോട്ടെ അതിലൊക്കെ അൽഹംദുലില്ലാ എന്തില്ലാത്തതൊന്നും ചോദിക്കൂല. ഉള്ളത് കൂട്ടി തിന്ന അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മാസത്തിന് മേലെ മഴ തുടങ്ങി. ജൂണിന്റെ മുന്നേ തുടങ്ങിയിരിക്കണ ഓട്ടല്ല, വണ്ടിക്ക് ഓട്ടല്ല. അപ്പൊ അങ്ങനെ ഞാൻ കുറേ മുമ്പ് എനിക്ക് അറിയണ കാര്യമാണിത്. അതെ, കുറെ ഇത് പൊതുവേ വർഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ കേൾക്കുന്നതാണ്, എന്നോട് പറയണതാണ്. അപ്പം ഞാൻ ഇത് മെയിൻ ചെയ്യലില്ല അല്ലേ, എല്ലാം പറയാലോ. മെയിൻ ചെയ്യാത്ത കാരണം ഞാൻ എന്ത് ചെയ്യും, ഇതിനിത് വിശ്വാസമില്ലല്ലോ, ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും വിശ്വാസമാണ്, അതാണ് മെയിൻ. ഞാന് ഇതേപോലെ ഇത് കണ്ടതിന് ശേഷം, നമ്മളെ കടത്തിന്റെ ഈ വിഷയം കണ്ടതിന് ശേഷം ഞാനിങ്ങനെ നമ്മളൊരു സംഭവം കാണുമ്പോൾ നമ്മൾ ആ ചാനലിൻ്റെ താഴേക്ക് പോയി നോക്കുമല്ലോ, ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും ഞാൻ ഇങ്ങനെ പോയി നോക്കും, ഓരോന്ന് വായിക്കും, അതിൻ്റെ കമൻറ്റ് വായിക്കും. ഓരോരുത്തർ പറയും ഞങ്ങൾക്ക് അങ്ങനെ റെഡിയായി, ഞങ്ങൾക്കിത് റെഡിയായി, സത്യമാണ് പറയുമ്പോൾ ആ കമൻറ്റ് വായിക്കും. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ സംഭവം നമ്മളിത് ചെയ്ത് നോക്കാറുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കാര്യത്തിനും വേണ്ടിയിട്ടല്ലേ, അന്നൊന്നും അത്ര മെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്ത് മെയിൻ്റൊന്നും നോക്കിയില്ല. ഞാൻ എഴുതി കാണാൻ എന്ത് ചെയ്ത്, നിങ്ങളെ ഈ സാധനങ്ങളൊന്ന് വണ്ടി കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞു. അത് എഴുതിയിട്ട് വണ്ടിയിൽ കൊണ്ടുവെക്കാനുള്ള സംഭവമാണ്. എന്ത് സംഭവം വെച്ചാല് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കച്ചവടം ചെയ്യുന്ന സ്ഥാപനമാണോ, നമ്മൾ സ്ത്രീകളായാലും നമുക്ക് എന്താണ് ജോലി, അതിന് നല്ല വൃത്തിയായ സ്ഥലത്ത് മേശന്റെ ഉള്ളില് നമുക്ക് എന്താണ്, നമ്മളെ വേസാണോ മേശയാണോ, പൈസന്റെ മേശ ഉണ്ടല്ലോ, അങ്ങനത്തെ നമ്മളെ വീട്ടിൽ വെച്ചാലും നല്ലതാണ്. സംഭവം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, മുഹറം മാസത്തില് ബിസ്മി എഴുതി വെക്കാന്ന് കേട്ടുകളില്ല, അതുപോലത്തെ സംഭവം തന്നെയാണ്. ഞാൻ അതിൽ കണ്ടത് ജോലി എന്താ പറയാ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കച്ചവടം ഉണ്ടാവും, കച്ചവടക്കാർ വന്ന് നിറയും, കസ്റ്റമറെ കൊണ്ട് നിറയും, അങ്ങനെയൊക്കെ ഒരു സംഭവം ആണ് വീഡിയോ കണ്ടത്. ആ വീഡിയോന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാല് 35 ബിസ്മി അതിന്റെ പുള്ളിയൊന്നുമില്ലാതെ അലിഫാത്തഹ് കിസ്റ ഒന്നുമില്ലാതെ ബാ അലിഫ് ലാം അങ്ങനെ സീന് മീമ് അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് 35 വട്ടം ഒരു കടലാസിൽ എഴുതുക. പിന്നെ ഹജ്ജ് സൂറത്തിലെ 2 ആയത്ത് അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ 2 ആയത്തും ആ കടലാസിൽ എഴുതുക. ആ 2 ആയത്ത് മാത്രം ഈ കടലാസിൽ എഴുതുക. പിന്നെ 35 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫും ഫത്തഹും കിസ്റും ഒന്നും ഇല്ലാതെ അതിങ്ങനെ കറക്റ്റായിട്ട് 35 വട്ടം എഴുതുക. എന്നിട്ട് ഈ ആയത്തും അതിൽ എഴുതിക്കുക. ഏത് ഹജ്ജ് സൂറത്തിലെ 27ഉം 28ആണ് തോന്നുന്നത്, ഞാൻ ഇതിൽ എഴുതിക്കുക. ഞാൻ പറയാം, നമ്മൾ ആ എഴുതിയ അന്നത്തെ ഓർമ്മയാണ്. പിന്നെ ഞാൻ അപ്പോൾ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇതിലിടാം. അപ്പോൾ ഈ 2 സംഭവം എന്ത് ചെയ്യുക, ഒരു കടലാസിൽ നല്ല വൃത്തിയിൽ വെള്ള കടലാസ് എടുത്തിട്ട് എഴുതിയിട്ട് അത് നല്ലോണം മടക്കിയിട്ട് എന്താ പറയുക, ഒരു പേപ്പറിലാക്കിയിട്ട് നമ്മൾ ജോലി ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എടുത്തുകാണ്ട് കൈ കൊടുത്ത് നിങ്ങൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് അല്ലേ, അതായത് അത് എനിക്ക് ശരിക്കും അത് എന്താ വെച്ചാൽ ഞാൻ ഉള്ളം നോക്കിയിട്ട് എനിക്ക് ശരിക്കും തന്നിട്ട്
പിന്നെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ജോലി തുടങ്ങുമ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ അത് വൃത്തിയുള്ള സ്ഥലത്ത് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യണട്ടാ. അതെ, പടച്ചോനെ വിചാരിച്ച് മനസ്സിൽ വിചാരിച്ച് ഇത് നമുക്ക് നല്ലൊരു നിലക്ക് പോകണം, നല്ലൊരു ബുദ്ധിമുട്ടുള്ള ടൈമിൽ കൊടുത്തോണ്ട് ആൾക്ക് ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതായത് ചെറിയതൊന്നുമല്ല, ഞാൻ നല്ല മനസ്സിലിരുത്തി നല്ല മനസ്സിൽ ഇത് കൊണ്ട് ആദ്യം ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയാ നമ്മൾ മനസ്സിനുള്ളിൽ കൊണ്ടുകണ്ട് അത് ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ഡാഷ്ബോർഡിന്റെ ഫുള്ള് ചുരുക്കി അങ്ങനെ പറഞ്ഞാണ് ആ ഡാഷ്ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ശരിക്കും അത്ഭുതകരമായ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ വിട്ട് അതെ പിന്നെ എന്റെ മനസ്സിലതില്ല. കൊറേ ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ അത് വെച്ചിട്ട് ഇപ്പൊ ഒരു മാസമല്ല 1.5 മാസം കഴിഞ്ഞു. അതെ, അപ്പൊ ഞാൻ വേണ്ടി ചെയ്തില്ല. പിന്നെ ഇപ്പൊ അടുത്തിനോട് ഒരു ദിവസം പറയേ അതായത് ശരിക്കും ഈ സമയം തന്നെ ഈ ഫീൽഡിൽ പണി കുറവായിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പണി ഉണ്ടാവുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ബർക്കത്ത് കിട്ടുന്ന രീതിയിലുള്ള പണികൾ കിട്ടുക. അപ്പോൾ കിട്ടുന്ന പൈസയിൽ നിന്നും അതുപോലെ തന്നെ ഒരു ബർക്കത്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇപ്പോൾ ഒരു ദിവസം തന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാലും ശരി, അപ്പോൾ ഞാൻ എങ്ങനെ ഇപ്പോൾ പറയാൻ കൊടുക്കും. കാരണം നമ്മൾ എങ്ങനെയല്ലെങ്കിലും നമ്മൾ വണ്ടിക്കാണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച ഓട്ടമൊന്നും ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ഓട്ടം വന്നിട്ട് നമുക്കൊരു ബർക്കത്ത് കിട്ടുക എന്ന് പറയില്ല, ഒരു നിർക്കതി കിട്ടുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ പേരൻ്റുള്ളിൽ കിടക്കുക ഭക്ഷണം കഴിച്ചാൽ കിടക്കുക ഈ ഇരുത്തം തന്നെയാണ്. ഞങ്ങളുള്ള ഉണ്ടാക്കണ തിന്നണ് അത്ര തന്നെ, അല്ലാതെ ഓട്ടമില്ല, എവിടേക്കും പോണില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ റീൽസ് ഇടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. പുറത്തേക്ക് ഞങ്ങളെ കാണുമ്പോൾ അൽഹംദുലില്ലാ ഹാപ്പിയാണ്. ആകെ ഇപ്പം എന്താ ഇല്ലാത്ത നമുക്ക് കുറച്ച് കട ഉണ്ട്, അതിപ്പോൾ അൽഹംദുലില്ലാ കുറച്ചൊക്കെ ആയിട്ട് വീടി. അതിന്റെ മുന്നിൽ ഈ ഒരു കഥയിലൊരു ജീവിതം പുറത്ത് കാണൂല. അതെ, അൽഹംദുലില്ലാ. പക്ഷെ ഇത് ചെയ്ത് കുറച്ച് ദിവസത്തിന് ശേഷം വന്ന മാറ്റം ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്, ഇന്നും അതിൽ നിന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. എങ്ങനായാലും നമുക്ക് ചിലവിനുള്ള ഒരു പൈസക്കെങ്കിലുള്ള ജോലി ഉണ്ടാവാറുണ്ട്, അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അൽഹംദുലില്ലാ, നമ്മുടെ വലിയൊരു അനുഭവമാണ്. പടച്ചോൻ എത്ര ചോദിച്ചാലും മതിയാവില്ല. ഈ മഴക്കാലത്ത് ഓട്ടം ഇല്ലാത്ത കാലത്ത് പോലും ഇപ്പോൾ ഓട്ടം കിട്ടി. അത് എന്താ പറയാ, എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാറില്ല, ഇല്ലാതെ വീട്ടിലിരിക്കലാണ്. പക്ഷെ ഈ പ്രാവശ്യം ഇരുന്നിട്ടില്ല അല്ലേ. അതെന്താ വെച്ചാൽ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരെ കമൻറ്റ് ഇട്ട് ചോദിക്കും, അപ്പോൾ ഈ പാറ പൊട്ടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതില്ലാതെ എങ്ങനെ പണി ഇട്ടല് ഇത് ബോധിച്ചിട്ട്. പക്ഷെ പണി കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് വേറെ ഓരോരോ ഓട്ടങ്ങളും കാര്യങ്ങളും വേറെ വന്നിട്ട് നമുക്ക് ഓരോ വഴികൾ തെളിച്ച് തരികയാണ്. ഇല്ലെങ്കിലും ഇനിയിപ്പോൾ പാറ പൊട്ടിക്കാൻ പാടില്ലെങ്കിലും അതിനോട് ചാരിയിട്ട് എടുത്തച്ച ലോഡ് കൊണ്ടുവരാം, വേറെ വർക്കുകൾ പൊട്ടിച്ചിട്ട് എടുത്തച്ച ലോഡ് കൊണ്ടുവരാം. പൊട്ടിക്കാനേ പാടില്ലുള്ളൂ, അവിടെ ഉള്ള സാധനങ്ങൾ നമുക്ക് അത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും കസ്റ്റമർ വിളിക്കണം, വിളിക്കാതെ നമുക്ക് കിട്ടൂലല്ലോ. അപ്പൊ കസ്റ്റമർ വിളിക്കാണ് സാധനം ഉണ്ടാ, അപ്പൊ വിളിച്ചു നോക്കുമ്പോ അവിടെ സാധനം ഉണ്ടാവില്ല, ചിലപ്പോ സാധനം ഉണ്ട് എന്ന് പറയും. ചില ദിവസമൊക്കെ ഞാൻ ഓട്ടങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്, നമുക്ക് എല്ലാം കൂടി പറ്റാത്തതുകൊണ്ട് കൂടുതൽ വന്നിട്ട് ചില 2-3 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എന്നും ഉണ്ടാവും. ഇത്രയും ദിവസമായിട്ട് ഓട്ടം നിന്നിട്ടില്ല, വീട്ടിലിരുന്നിട്ടില്ല. എന്താ വെച്ചാൽ ഇവരെ പണി പറഞ്ഞാൽ രാവിലെ അല്ല, നമ്മളെ വീട് പണി തുടങ്ങാനുള്ള പണിക്കാരും എല്ലൊക്കെ രാവിലെ ഒരു പണിക്ക് വേണമെങ്കിൽ സാധനം എത്തിച്ചു കൊടുക്കണല്ലോ, അങ്ങനത്തെ ജോലിയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, രാവിലെ പണി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-12 ആവുള്ള പണി ഉണ്ടാവുള്ളൂ. പിന്നെ ചെറിയ കൊട്ടവണ്ടിയിൽ കയറ്റാൻ അങ്ങനെയൊക്കെ ചില്ലറ വർക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയാ, അൽഹംദുലില്ലാ. അപ്പൊ ഇതാണ് സംഭവം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത് ചെയ്ത് നോക്കി തീർച്ചയായിട്ടും. കാരണം അത്ഭുതങ്ങളുണ്ട്. കാരണം എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി വരെ എന്നോട് ചോദിച്ച്, ഇത് പണി ഞാനിപ്പോൾ അത്യാവശ്യം പണിയൊക്കെ ഉണ്ടല്ലോ, ഏത് പണിക്കനുസരിച്ച് പോയി. അപ്പോൾ നമ്മൾ പൊതുവെ അങ്ങനെയുള്ളടത്തും പോകാറില്ല. മുജാഹിദാണോ നിങ്ങൾ? ഞങ്ങൾ മുജാഹിദല്ല, ഞങ്ങൾ ഒറിജിനൽ സുന്നിയാണ്. നമുക്ക് എന്താ പറയാ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്താ പറയുക ഇങ്ങനത്തെ സംഭവങ്ങളിലോടൊന്നും വലിയ താല്പര്യമില്ല. നമ്മൾ പുറത്ത് ആവശ്യമില്ലാതെ ദീനനെ വിറ്റ് ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതിനൊന്നും പൈസ കൊണ്ടു കൊടുക്കണം എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും താല്പര്യമില്ല. ഇതൊക്കെ നമ്മളെ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് നമ്മളെ ഇപ്പം ഈ ചാനൽ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സൊല്യൂഷൻ എന്നുള്ള ചാനലിൽ അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും ഓരോരുത്തരുടെ അനുഭവങ്ങൾ. ഒരുപാട്
ഒരുപാട് അനുഭവം. ഞാൻ അവർക്ക് ഇങ്ങനെ ഞാൻ ഇനി വിശ്വാസം വരാൻ കമൻറ്റ് ഇങ്ങനെ വായിച്ചു കൊടുക്കും. നോക്കി ഇങ്ങനെ ചെയ്തേക്കണല്ലോ, അവർക്ക് ഇങ്ങനെ പറ്റിക്കണല്ലോ, ഇങ്ങനെ പറ്റിക്കണ അങ്ങനെ വായിച്ചു കൊടുക്കും. അപ്പോഴൊന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇപ്പം ഏതായാലും ആളെ അനുഭവിച്ച് അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കല്. അനുഭവിക്കുന്നുണ്ട്. എന്നോട് ഞാൻ എന്നോട് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ പറയാൻ ഇങ്ങനെ സംഭവം തന്നെ കാര്യം പറയും. ഞാൻ നിങ്ങൾക്ക് സത്യം പറയാം അങ്ങനെ തന്നെയാണോ അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നണുണ്ടാ ഈ കാര്യം പറയണേ ഇത് ചെയ്തതിന് ശേഷം ഓട്ടുണ്ട്. അപ്പം എനിക്ക് നമ്മൾ ചെയ്ത കാര്യം വിജയിക്കുമ്പോൾ അൽഹംദുലില്ലാ ഞാൻ അള്ളാടെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാ നമ്മളത് ചെയ്തിട്ടാണ്. നമുക്ക് സത്യം എനിക്കൊന്നും അറിയില്ല. നമ്മൾ അറിവില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ വലിയ നിസ്കരിച്ച് ഓതി എല്ലാവരും അങ്ങനെ നല്ല ദീനിൽ നടക്കണമല്ല, അൽഹംദുലില്ലാ എല്ലാവരെ പോലെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ അള്ളാഹു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അത്ഭുതമല്ലേ. അപ്പോൾ അള്ളാഹ് എല്ലാവരുടെ ദുആവും സ്വീകരിക്കും. പിന്നെ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്, എന്താണ് ചെയ്തത്, എങ്ങനെയാണ് പൈസ വന്നത്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മളൊരു നമ്മളെ പൂർവികർ നമ്മളെ ഉസ്താദ്മാരായിക്കോട്ടെ പറഞ്ഞു തന്നത് ചെയ്യുക. അത് എപ്പോൾ കിട്ടുമെന്ന് ചിന്തിക്കരുത്. കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുക അല്ലേ. തീർച്ചയായിട്ടും എപ്പോൾ കിട്ടുന്നില്ല. ശരിക്കും ഞാനൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണ് വെറും 10 രൂപ, വെറും 10 അതൊക്കെ ഉള്ളു എൻ്റെ കയ്യിൽ. ഒന്ന് കുട്ടികൾക്ക് ബസ്സിന് സ്കൂളിൽ പോകാൻ പൈസ കൊടുക്കാൻ പോലും കയ്യിലില്ല. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലിരുത്തി മനസ്സിനൊന്നുകൊണ്ടാണ് പഠിച്ചവനോട് പറഞ്ഞാൽ ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പഠിച്ചവനോട് അടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും നല്ല റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ചാനലിൻ്റെ പേരെന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നത് പ്രോബ്ലം സൊല്യൂഷൻ എന്നാണ്. ആ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്, വിഷമങ്ങളും ബുദ്ധിമുട്ടും എല്ലാറ്റിനും മാറാനും രോഗങ്ങൾ മാറാനും എല്ലാവരും എന്നാ പറയുക ആൾക്കാർ എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ വേണ്ടല്ലോ എന്ന് അങ്ങനെയൊക്കെ ഓരോ കമൻറ്റ് ഇടലുണ്ട്. എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ വേണ്ടല്ലോ, പിന്നെ പണിക്ക് പോവാതെ പെരിയിൽ ഇരുന്നാൽ മതിയല്ലേ, കടം വീടല്ലോ, പണിക്ക് പോകണം. അതേപോലെ പറയുന്നുണ്ട് കമന്റ് പല 1-2 വ്യക്തികൾ ഇട്ടിങ്ങനെ കുറേ പൈസ കടം വാങ്ങി എടുത്താണ് ചെല്ലിയാ പോരെ അപ്പോൾ പിടിക്കൂടെ. അല്ല എത്ര പൈസ കടം വാങ്ങിയാലും കടം വാങ്ങിയിട്ടില്ലെങ്കിലും അല്ലാട് തോർക്കണ്ടേ. അല്ലാട് പ്രാർത്ഥിക്കാതെ നമുക്ക് ഉത്തരം കിട്ടുമോ. നമ്മള് പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ നമ്മള് സാഹചര്യം കൊണ്ട് നമ്മള് കടം വാങ്ങി, ഇനിയിപ്പോൾ അത് പലിശ തന്നെയാണ് ശരിയാണ്, ഹറാം. നമ്മള് സാഹചര്യത്തിന്റെ തോണ്ട് നമ്മൾ വാങ്ങി, പക്ഷെ അത് ഹറാമായിക്കാണ് നിങ്ങൾ എന്തിനാ ദുആ ചെയ്യണമെന്ന്. ഹറാമ് ഏതൊരുത്തന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്നുണ്ട്. തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരാളെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്ന പറയണത്. അപ്പോൾ നമ്മളിപ്പോ ഒരു പലിശ ഹറാം എടുത്തിക്കണ, പക്ഷെ അത് ഒഴിവാക്കി തരാൻ അള്ളാഹിനോട് ചോദിക്കണ്ടേ, അതിനൊരു വഴി തെളിച്ചു തരാൻ അള്ളാഹിനോട് ചോദിക്കണ്ടേ. അത് ചോദിച്ച് നമ്മൾ അതിൻ്റെ വഴി ഉസ്താദുമാർ പറഞ്ഞത് പോലെ ചെയ്ത് അതിനുള്ള ഉത്തരം കിട്ടി. അല്ലാതെ നമ്മൾ എന്താ പറയാൻ വെച്ചാ നമ്മളോട് അള്ള പറഞ്ഞിരിക്കണം എന്താണ്, നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം എന്നാണ്. മനസ്സിലായ. പിന്നെ അള്ളാഹ് പ്രാർത്ഥിക്കണം. വിഷമം വന്നാൽ നിങ്ങൾ എന്നോട് പറയാ, എന്നോട് ചോദിക്കുക. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞോളി എന്നാ പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞോളി. നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടോ അള്ളാഹ് പറഞ്ഞോളി, എന്ത് സന്തോഷമുണ്ടോ അള്ളാഹ് പറഞ്ഞോളി, അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളെ ഒരു അനുഭവം വെച്ച് പറയണേ, ഞങ്ങൾക്കിത് ഞങ്ങൾ അനുഭവിച്ചതാണ്. പിന്നെ വേറെ വിഷയം കൂടി ഇല്ല, അതേ ഒരു അനുഭവം കൂടി ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ പിന്നെ ചെയ്യണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ആവശ്യം, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ തേടല്. എല്ലാ വാതിലും അടയും. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ എങ്ങനെയാലും പറയും, പക്ഷെ എന്നാലും കുറേ നമ്മൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടും എല്ലാ വാതിലും അടയുമ്പോൾ നമ്മൾ അല്ലാതെ കൂടുതൽ ഒന്നും കൂടി അടുക്കും. നമുക്ക് ഇങ്ങനത്തെ പ്രയാസം ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അല്ലാതെ ഒന്നുകൂടി അടുക്കും. അല്ലാതെ ഒന്നുകൂടി അടുക്കുമ്പോൾ നമ്മളെ മുന്നിൽ ഇങ്ങനത്തെ ഓരോ ഇത് യൂട്യൂബിലായിക്കോട്ടെ ആരെ ഇട്ടെന്ന് കാണിക്കോട്ടെ അങ്ങനത്തെ ചിന്ത വരുമ്പോൾ അങ്ങനത്തെ നമ്മളെ മുന്നിലേക്ക് വരും. അപ്പോൾ നമ്മളത് ചെയ്യും. അത് ചെയ്തതിന് ശേഷമുള്ള അനുഭവമാണ് ഞാൻ ഈ പറയണത്. മനസ്സിലായ? ഞാനത് ചെയ്തിട്ടുള്ള അനുഭവം ചെയ്ത് നോക്കിയാൽ എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയണത്. അൽഹംദുലില്ലാ നല്ലൊരു റിസൾട്ട് വരും. നമ്മൾ വലിയൊരു പൈസക്കാരനൊന്നും ആയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, വർക്കത്തുണ്ടാവും. അപ്പൊ നിങ്ങള് തീർച്ചയായും ചെയ്ത് നോക്കി ഞാൻ ഈ പറഞ്ഞ പോലെ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ആ ചാനലിൽ പോയി നോക്കിയാൽ എല്ലാ സംഭവം അതിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ നമുക്ക് ക്ഷമ വേണട്ടാ. ഇത് ഇന്ന് കിട്ടും, അന്ന് 2 ദിവസം ചെയ്ത് ഒന്നും നടക്കണില്ല, വേണ്ട അതുകൊണ്ടൊന്നും നടക്കൂല. ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ കടം വീടുന്ന കാര്യമായാലും നമ്മൾക്ക് എന്നും നിസ്കരിച്ചിന് തോർക്കണ്, എന്നും ചെയ്യണ്, എന്നും നമ്മളത് ഇസ്തിരി ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലാതെ നടക്കണില്ലല്ലോ, വീടണില്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. തരും, അള്ളാഹ് തരും. ഒരു ദിവസം നാളെ നേരം വെളുക്കണം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം
അത്ഭുതം സംഭവിക്കും. അല്ല അത്ഭുതങ്ങൾ കാട്ടിത്തരുന്ന അല്ലാണ്. അതെ. അപ്പൊ അങ്ങനെ ചിന്തിച്ച് ചെയ്യണം. അല്ലാതെ ഇതിപ്പോ കിട്ടണില്ലല്ലോ ചെല്ലിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിക്കരുത്. അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ടാ കിട്ടുക, ആ ചിന്ത പാടില്ല. നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ 1000 രൂപ കിട്ടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് 500 രൂപ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഈ 1000 കിട്ടിയാൾക്ക് ചിലപ്പോൾ അത് ഹോസ്പിറ്റലും അതും ഇതും ഒരുപാട് ചിലവുകൾ അല്ലേ. ചിലപ്പോൾ ഈ 500 കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വീട്ടിൽ കഴിഞ്ഞു കൂടും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇരുന്ന് നമുക്ക് നല്ലൊരു ബർക്കത്ത് കിട്ടും. നല്ലൊരു വീട്ടിൽ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറി നല്ലൊരു മാറ്റങ്ങൾ വരും. നമ്മുടെ ഒരു അനുഭവമാണ്. വെച്ചാല് നിങ്ങള് ഒന്നും ചിന്തിക്കണ്ട, നല്ല മനസ്സോടെ ചെയ്യുക. എനിക്കിങ്ങനെ അത് വേണം, എൻ്റെ ജോലിയിൽ ബർക്കത്ത് വേണം, എനിക്ക് കസ്റ്റമർ കിട്ടണില്ല, അല്ലെങ്കിൽ എനിക്ക് ഓട്ടമില്ല വണ്ടിക്ക്. ഓട്ടം ഓടുന്നതായാലും എന്ത് ബിസിനസ് ആയാലും നമ്മൾ ചെയ്യുക. നമ്മള് പേസാണ് നമ്മളെപ്പം കൊണ്ടെടുക്കണം. പുരുഷന്മാർക്കുള്ള എപ്പോഴും പേസ്, അതല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ മേശന്റെ ഉള്ളിൽ വെച്ചാലും മതി, നമ്മളെ കാഷറിന്റെ ഉള്ളിൽ വെച്ചാൽ മതി. വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ ഡാഷിന് വൃത്തിയുള്ള സ്ഥലത്ത്. പക്ഷേ ബിസ്മി നമ്മളെ ഖുർആന്റെ ആയത്താണ്. അപ്പൊ അത് വൃത്തിയുള്ള സ്ഥലത്ത് വെക്കണം. വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ അതിമക്ക് മെയിൻ ചെയ്യരുത്, അത് അവിടെ ഇരുന്നോട്ടെ. പിന്നെ നിങ്ങൾ നിരന്തരം അല്ലാണ്ട് പറയാ അല്ല ഒരിക്കലും നമ്മളെ കൈവിടൂല. അല്ല നമ്മളെ വായ കീറിക്കണ കഴിക്കുള്ള ഭക്ഷണം തരാതിരിക്കൂലല്ലോ. പിന്നെ നമ്മള് ജോലി ചെയ്യുക, അതിൻ്റെ ഇടയിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണ. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ അത്ഭുതം സംഭവിക്കണം. നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഞങ്ങളെ അനുഭവമാണ്. പിന്നെ എനിക്ക് തന്ന പോലെ മറ്റുള്ളവർക്ക് കിട്ടണം എന്നില്ല, ഓൾക്ക് കിട്ടിയ അനുഗ്രഹം എനിക്ക് കിട്ടണം എന്നില്ല. എല്ലാവർക്കും പഠിച്ചോൻ വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തന്ന പോലെ മറ്റുള്ളവർക്ക് കൊടുക്കൂല. അപ്പൊ നമ്മൾ ചിന്തിക്കും ഓൾക്ക് അത് കിട്ടിയെന്ന് ചെയ്തു. അങ്ങനല്ല, ഓൾക്ക് കിട്ടി അതേപോലെ അല്ല അല്ല നമുക്ക് തരില്ലേ. 100 കോടി ജനങ്ങളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 100 കോടി ജനങ്ങൾക്ക് സൗകര്യങ്ങൾ വേറെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എത്ര പോലെ ദാരിദ്ര്യമുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കും ഒരുപാട് ആൾക്കാർ ദരിദ്രമായി കിടക്കണില്ല, ഓൾക്കൊക്കെ ഈ ദോയ കിട്ടിയില്ലെന്ന്. ഓൾക്കിത് കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ പറയാ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവരും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. ഒരിക്കലും നഷ്ടം വരില്ല. വിശ്വാസത്തോടെ ചെയ്യുക. വിശ്വാസമുള്ള ആൾക്കാർ ഇത് കണ്ടാലും മതി. ഒരു കാര്യം പറയണ്ട, വിശ്വാസമുള്ള ആൾക്കാർ കണ്ടാൽ മതി. നെഗറ്റീവ് പറയാനായിട്ട് നിങ്ങൾ ഇത് കാണണ്ട. ഞങ്ങൾക്ക് അനുഭവം 100% അനുഭവം ഉണ്ടായിട്ടാണ് പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ അല്ലേ. ചെയ്യാളെന്താ വെച്ചാല് ഫത്തഹും കിസറും ഇല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫത്തഹും കിസറും ശബ്ദമൊന്നും ഇല്ലാതെ ബാ സീന് മീമ് അങ്ങനെ എഴുതി കൊടുക്കുക. മനസ്സിലായ? അങ്ങനെ എഴുതിയിട്ട് 35 വട്ടം എഴുതുക. പിന്നെ ഹജ്ജ് സൂറത്തിലെ 2 ആയത്ത് 27, 28 അപ്പം നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ഭുതം സംഭവിക്കും. അപ്പം എല്ലാവർക്കും നാളെ ഒരു പുതിയ വീഡിയോ അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ട വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഉപകാരപ്പെട്ട അതും നിങ്ങൾക്ക് ഒരു നല്ലൊരു എന്താ പറയുക ഒരു പ്രവൃത്തിയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന കൂലുണ്ടാവും. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. എന്തും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചോളി. പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ തരലുണ്ട്. അല്ലാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്ത് തരട്ടെ. ജോലിയിലൊന്നും ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാനും തരട്ടെ. ആമീൻ. അപ്പം എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.